ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പലസ്തീൻ ജയിലിൽ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ അസദുൽ ഒവൈസി ഒരു മുദ്രാവാക്യം ഉയർത്തി. ജയ് ഭീം, ജയ് ഭീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ. ഇന്ത്യൻ പാർലമെന്റിൽ പലസ്തീൻ ജയിലിക്ക് എന്ത് പ്രാധാന്യമാണ് നിലനിൽക്കുന്നത്? ഒവൈസി 5ാം തവണയാണ് ഇപ്പൊ പാർലമെന്റിൽ MP ആയിട്ട് അധികാരമേൽക്കുന്നത്. 2019 അധികാരത്തിൽ വന്നപ്പോഴും ഒവൈസി ജയ് വിളിച്ചത് അല്ലാഹു അക്ബർ എന്നതായിരുന്നു. അതൊരു തെറ്റായി പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ആണ് അദ്ദേഹം അധികാരമേറ്റതെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ MP ആയിട്ടുള്ള സുരേഷ് ഗോപി അധികാരമേറ്റത് ദൈവനാമത്തിലല്ലേ? ഇതെല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടമാകും. പക്ഷേ ഇപ്പോൾ ഒവൈസിയുടെ പലസ്തീൻ മുദ്രാവാക്യം അത് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം പലസ്തീൻ അനുകൂലിക്കുന്നതും ഇസ്രയേലിനെ അനുകൂലിക്കുന്നതുമെല്ലാം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാകാം. പക്ഷേ അത് പ്രകടമാക്കാനുള്ള ഒരു വേദിയല്ല ഇന്ത്യൻ പാർലമെന്റ് എന്നുള്ളതാണ്. നല്ല രീതിയിൽ നടന്നു വന്നൊരു സത്യപ്രതിജ്ഞയാണ് അവിടെ കുളമാക്കി കളഞ്ഞത് ഒവൈസി. ഇതുകൊണ്ടാണ് പാർലമെന്റിൽ മുസ്ലിം വിഭാഗം കുറവുള്ളത് എന്ന് പറയാം. ഇസ്ലാം എവിടെ വന്നാലും ഇല്ലെങ്കിൽ അവർക്ക് എവിടെ ഇടം ലഭിച്ചാലും അവരവരുടെ മതത്തെ അവിടെ വലിച്ചു കയറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രചരിപ്പിക്കും. അതങ്ങനെയാണ് അവർ. കാരണം അവരുടെ പ്രധാന ഉദ്ദേശം ജനങ്ങളെ സേവിക്കുക എന്നൊന്നുമല്ല, മതത്തെ പുഷ്ടിപ്പെടുത്തുക അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ്. ഇന്ത്യൻ ഭരണഘടനയെ ജയ് വിളിക്കാതെയാണ് ഇപ്പൊ പലസ്തീൻ എന്ന രാജ്യത്തെ ജയ് വിളിച്ചിരിക്കുന്ന ഒവൈസി. പലസ്തീൻ ഇന്ത്യയുടെ ഭാഗമൊന്നുമല്ല. ഒവൈസി ഒരു ഇസ്ലാം ആണെന്ന് കരുതി മറ്റൊരു ഇസ്ലാമിക രാജ്യത്തെ ജയ് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഒവൈസിയെ ജനം ജയിപ്പിച്ചത് പലസ്തീന് വേണ്ടി പോരാടാനൊന്നുമല്ല, പകരം എന്തിനാണ്? ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയാണ്, തെലങ്കാന എന്ന സംസ്ഥാനത്തിന് വേണ്ടിയാണ്, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനാണ്. അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ ജയ് വിളിക്കുന്നത് പോലെയല്ല ഈ ഒരു കാര്യം. ഇത് ഇന്ത്യൻ പാർലമെന്റിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം ആദ്യം വേണം. ഇല്ലെങ്കിൽ ഒവൈസി ഇന്ത്യൻ ഭരണഘടനയെ കളിയാക്കിക്കൊണ്ട് വിളിച്ച മുദ്രാവാക്യമായി എന്ന് നമുക്ക് കണക്കാക്കാം. ഇന്ത്യ എന്ന രാജ്യം ആരെയും സപ്പോർട്ട് ചെയ്യാതെ ഒരു ന്യൂട്രൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള സപ്പോർട്ടുകളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യ പ്രശ്നങ്ങളെ വിളിച്ചു വരുത്താൻ തയ്യാറല്ല. പലസ്തീനെ സപ്പോർട്ട് ചെയ്യാത്തത് ഇന്ത്യ എന്ന രാജ്യത്തെ ഇസ്ലാമിക സമൂഹത്തിന് വലിയ വലിയ കുത്തലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ത്യയെ കുത്തിപ്പറയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പൊ ഒവൈസി ഇപ്പൊ ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ഒവൈസിയുടെ നീക്കത്തിന്റെ ആദ്യപടി ആയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ കാണാം. ഇത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്ത്യൻ മണ്ണിൽ നിന്നും ഇന്ത്യൻ ജനത ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂറ് കാണിക്കേണ്ടത് ഇന്ത്യയോടാണ്, അല്ലാതെ പലസ്തീനോടല്ല. എന്തുകൊണ്ട് ഇന്ത്യക്കായിട്ട് ഒരു ജയിലിൽ പോലും ഒവൈസി അവിടെ നടത്തിയില്ല? ഇങ്ങനെ തീവ്ര ഇസ്ലാമിക ചിന്തയുള്ള ഒരാൾ പാർലമെന്റിൽ MP ആയാൽ അത് ആ നാടിന് തന്നെയാണ് ആപത്ത്. ഇപ്പൊ തെലങ്കാന ഭയക്കണം. അവിടെ തീവ്ര ഇസ്ലാമികത അടിച്ചേൽപ്പിക്കാൻ ഒവൈസിക്ക് ഒരു അവസരം കിട്ടിയാൽ മതി, ഒവൈസി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ മോദി സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഒവൈസിക്ക് അതിന് സാധിക്കില്ല എന്നതാണ് സത്യം. അതൊരു പക്ഷേ സർക്കാരിനോടുള്ള വെല്ലുവിളിയാകാം ഈ ഒരു മുദ്രാവാക്യം, രാജ്യത്തോടുള്ള ഒരു വെല്ലുവിളിയാകാം. ഇത് കർണാടക MP ശോഭാ കർദലജ ശക്തമായിട്ട് എതിർത്ത് ഈ ഒരു മുദ്രാവാക്യത്തിനെതിരെ, ഇത് ഭരണഘടനയ്ക്കെതിരെയാണ് ഒവൈസി നടത്തിയ ഈ ഒരു മുദ്രാവാക്യം തന്നെയാണ്. ഇങ്ങനെയുള്ളവർ ഒരിക്കലും പാർലമെന്റിൽ MP ആയിട്ട് വരാൻ പാടില്ല. എന്തായാലും ഒവൈസിയുടെ ഈ ഒരു മുദ്രാവാക്യം പാർലമെന്റ് അധികം ചെവി കൊള്ളാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേ പാർലമെന്റ് കൂടുതൽ ഒവൈസിയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഒരു മുദ്രാവാക്യം മുഴക്കിയ ഒവൈസിയുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്താകും എന്നതാണ് അടുത്തൊരു ചോദ്യചിഹ്നമായിട്ട് ഉയരുന്നത്.